എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലെത്തിയത് ഫലസ്തീന്റെ പതാക വഹിച്ച ഭാഗമായിട്ടായിരുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. പ്രിയങ്ക ഗാന്ധിയോട് നന്ദി അറിയിക്കുകയാണ്. ഒരു രാജ്യത്തെ ജനത നടത്തുന്ന അവരുടെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ, പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിയുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരാൾക്ക് ഫലസ്തീനോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാതെ നിർവാഹമില്ല. കാരണം അത്രത്തോളം ഇന്ത്യയുടെ ആത്മാവുമായി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രമുറങ്ങുന്ന ഒരു തറവാട്ടിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഫലസ്തീനികൾ നടത്തുന്ന പോരാട്ടങ്ങളുടെ തീവ്രതയും അതിൻ്റെ തീക്ഷ്ണതയും അറിയുവാൻ കഴിയും. പതിറ്റാണ്ടുകൾ അടിമത്തത്തിൽ പുലരുന്ന ഒരു ജനത അവരുടെ ആത്മാഭിമാനത്തിലൂന്നി സയനിസ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ഏറ്റവും വലിയ ചാര സംഘടനയുടെ പിൻബലത്തോട് ഇവർ പ്രവർത്തിക്കുന്ന, മൊസാദിന്റെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇസ്രായേലിനെതിരെ നടത്തുന്ന ധീരോദാത്തമായ ചെറുത്തുനിൽപ്പുകളെ, പോരാട്ടങ്ങളെ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണയ്ക്കാതിരിക്കുവാൻ തരമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഈ ബാഗ് ധരിച്ചു പാർലമെന്റിൽ വന്ന് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഈ നടപടിയെ സ്വാഗതം ചെയ്യാതിരിക്കുവാൻ തരമില്ല. ജനാധിപത്യത്തെയും സ്വതന്ത്ര ദക്ഷിണയും നെഞ്ചിലേറ്റുന്ന ഏതൊരാളും അവരുടെ ഈ നടപടിയെ സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇന്ത്യ വളരെ പതിറ്റാണ്ടുകളായി ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തോട് പുലർത്തിയിരുന്ന സത്യസന്ധമായ സൗഹൃദം, പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയും യാസർ അറാഫത്തും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ദൃഢത, ഇന്ദിരാഗാന്ധി മിക്കപ്പോഴും യാസർ അറാഫത്തിനെ സഹോദരനെന്നും യാസർ അറാഫത്ത് മിക്കപ്പോഴും ഇന്ദിരാഗാന്ധിയെ സഹോദരി എന്നുമായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അത്രമേൽ ദൃഢമായ അറബ് ഇന്ത്യൻ സൗഹൃദത്തിന്റെ പശ്ചാത്തലം ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഫലസ്തീൻ ബാഗ് അണിഞ്ഞുകൊണ്ടുള്ള പാർലമെന്റിലെ പ്രവേശനം. മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, സ്വന്തം അച്ഛനെ അകാലത്ത് നഷ്ടപ്പെട്ട ഒരു മകൾ എന്ന രീതിയിൽ ഫലസ്തീനിൽ അനാഥാപക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുടെ വികാരവും പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത്. ലക്ഷക്കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ. മിക്കപ്പോഴും ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഫലസ്തീനിലെ ആശുപത്രികൾ എന്നതാണ് ഏറ്റവും വലിയ ദാരുണമായ സംഭവം. കാരണം ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീന്റെ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് ആ രാജ്യത്തെ സ്വതന്ത്രമാക്കരുത് എന്നുള്ള തീവ്രമായ സയനിസ്റ്റ് തീക്ഷ്ണതയുടെ ഫലമായി ഇസ്രായേൽ അപ്പോൾ ലക്ഷ്യമാക്കുന്നത് ഫലസ്തീനിലെ ഹോസ്പിറ്റലുകളാണ്. കുട്ടികളെ, പ്രത്യേകിച്ചും പ്രായം ആകാതെ ജനിച്ചു വീഴുന്ന, മാസം തികയാതെ ജനിച്ചു വീഴുന്ന കുട്ടികളെ പാർപ്പിക്കുന്ന ഇൻക്യുബേറ്ററുള്ള ഹോസ്പിറ്റലുകൾ പോലും ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാതിരിക്കുവാൻ, അതിനെതിരെ ശബ്ദിക്കാതിരിക്കുവാൻ പ്രിയങ്ക ഗാന്ധിയെ പോലെ ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തൽ. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി വളർന്നു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ചോരയാണ് പ്രിയങ്ക ഗാന്ധി. ഒരു രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവനും സ്വത്തും ബലിയർപ്പിച്ച മഹത്തായ ഒരു പൈതൃകത്തിൽ നിന്ന് വരുന്ന, ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഇന്ദിരാഗാന്ധിയുടെ പൗത്രിക്ക് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ തീക്ഷ്ണതയും അതിൻ്റെ തീവ്രതയും മനസ്സിലാക്കുവാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ ആത്മാർത്ഥമായി എനിക്ക് ആത്മാഭിമാനം തോന്നുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജയ് പ്രിയങ്ക ഗാന്ധി.